ഷവിൻസ സംവിധാനം ചെയ്ത വാഴ 2 എന്ന് പറയുന്ന സിനിമ കണ്ടു. ബിപിൻ ദാസാണ് സിനിമ എഴുതിയിരിക്കുന്നത്. എങ്ങനെയുണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ ഹാഷറും പിള്ളേരും തൂക്കി, അതാണ് ഒറ്റ വാക്കിൽ പറയാനുള്ളത്. നല്ല കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് നൽകിയ ഒരു സിനിമയാണ് വാഴ 2. കാരണം ഒന്നിന് മുകളിൽ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ കമ്പയർ ചെയ്യണമല്ല, എന്നാലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് വാഴ സീരീസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് രണ്ട് തന്നെയാണ്. ചിരിക്കാനുണ്ട്, ചിന്തിപ്പിക്കാനുണ്ട്, എല്ലാം കലർന്നൊരു സിനിമയാണ്. അപ്പോൾ നമുക്ക് റിലേറ്റ് ആവും. എനിക്ക് കുറേ കണക്റ്റ് ആയി. അതുപോലെ തന്നെ ഹാഷിറിൻ്റെ അഭിനയം, റീൽസിൽ എല്ലാ ആൾക്കാരും ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം ഇതിൽ തകർത്തിട്ടുണ്ട്. അതിനാണ് ഈ ഭയങ്കര ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നൽകിയ അവസാനം ഒരു കിടിലൻ സർപ്രൈസ് ഒക്കെ വരുന്നതാണ്. ഞാൻ പറയുന്നില്ല, നിങ്ങൾ തിയേറ്ററിൽ കാണുക. പിന്നെ ഇതിൽ വിജയ് ബാബുവിൻ്റെ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ, രണ്ടെണ്ണം പൊട്ടിക്കാനുള്ള ആ ഒരു കഥാപാത്രമാണ്. അത് പുള്ളി നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് കഥാപാത്രങ്ങൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ അൽഫോൺസ് പുത്രൻ, എൻ്റെ മോനെ, പുള്ളി വരുമ്പോൾ ഒരു കിടില സീനുകളുണ്ട്. അത് എല്ലാവർക്കും ഇട്ട ഒരു കൊട്ടാണ്. സെക്കൻഡ് ഹാഫിൽ കുറച്ച് സീനുണ്ട്. അതൊരു ഒന്നൊന്നര സീൻ തന്നെയായിരുന്നു കേട്ടോ. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹാഷറും പിള്ളേരും തൂക്കി എന്ന് വേണം പറയാൻ. വാഴ 2 എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതൊക്കെ വാഴ സിനിമയുടെ എൻ്റെ അഭിപ്രായം.